അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുൽഖഅദ 14 മെയ് 2-ാം തീയതി കേട്ടോ. വിശുദ്ധമായ കഅബാലയം കണ്ടോ? ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സ്, ആരോഗ്യ, ആഫിയത്തൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് തരട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. പഠിച്ചാൽ അവരുടെ കബറുകളിൽ അള്ളാഹു സ്വർഗത്തിൻ്റെ പെരുമളം എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാദികൾ, സുഹൃത്തുക്കൾ, അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ. അവരെ സംരക്ഷിക്കുന്ന മക്കളുണ്ട് പഠിച്ചാൽ അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതായത് പ്രഭാതം നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു സുന്ദരമായ പ്രഭാതമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ, എത്തിച്ചേരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് നിസ്കാരം കഴിഞ്ഞിട്ട് ദർസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, 79 കിങ് ഫയദ് ഗേറ്റിൻ്റെ കുബ്ബയാണ് കേട്ടോ. നമ്മുടെ പള്ളിയിൽ നിന്ന് കാണുന്ന കുബ്ബ. ഇവിടെയൊക്കെ സംസം വെള്ളത്തിന് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക കണ്ടോ. ക്യൂ നിന്ന് കുടിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞ ഉടനെ. അതാണ് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ തരട്ടെ.